റെയിൽവേ വികസനത്തിനായി റെക്കോർഡ് വിഹിതമാണ് ഇത്തവണ കേന്ദ്ര സർക്കാർ ബജറ്റിൽ പ്രഖ്യാപിച്ചത്. മുംബൈ പൂനെ ഉൾപ്പെടെ പുതിയ 7 അതിവേഗ റെയിൽവേ ഇടനാഴികൾ ഗതാഗത മേഖലയിൽ വൻ മാറ്റം കൊണ്ടുവരും. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 പുതിയ ദേശീയ ജലപാതകൾ സാധ്യമാകും. അടിസ്ഥാന സൗകര്യ വികസനവും കണക്ടിവിറ്റിയും വർദ്ധിപ്പിക്കുക എന്ന വ്യക്തമായ ലക്ഷ്യത്തോടെയാണ് റെയിൽവേ ജലഗതാഗത മേഖലകളിൽ വമ്പൻ പ്രഖ്യാപനങ്ങൾ കേന്ദ്ര സർക്കാർ ബജറ്റിൽ കൊണ്ടുവന്നത്. പുതിയ പാതകളുടെ നിർമ്മാണം, പാത ഇരട്ടിപ്പിക്കൽ, ഗേജ് മാറ്റം തുടങ്ങി റെയിൽവേയുടെ വികസന കുതിപ്പിന് 2.93 ലക്ഷം കോടി രൂപയുടെ വിഹിതമാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ പ്രഖ്യാപിച്ചത്. റെയിൽവേയുടെ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന തുകയാണിത്. കിഴക്കൻ മേഖലയിലെ ഡെങ്കുരിയിൽ നിന്ന് പടിഞ്ഞാറൻ മേഖലയിലെ സൂറത്തിലേക്കുള്ള പുതിയ പാതയും രാജ്യത്തെ പ്രധാന നഗരങ്ങളെ ബന്ധിപ്പിച്ചുകൊണ്ട് 7 പുതിയ അതിവേഗ റെയിൽ ഇടനാഴിയും ഗതാഗത മേഖലയിൽ വിപ്ലവകരമായ മാറ്റം കൊണ്ടുവരുമെന്ന് ഉറപ്പാണ്. In order to promote environmentally sustainable passenger systems, we will develop 7 high-speed rail corridors between cities as growth connectors, namely Mumbai to Pune, Pune to Hyderabad, Hyderabad to Bengaluru, Hyderabad to Chennai, Chennai to Bengaluru, Delhi to Varanasi, Varanasi to Siliguri. ഭാരതത്തിന്റെ സാമ്പത്തിക തലസ്ഥാനത്തെയും IT ഹബിനെയും ബന്ധിപ്പിക്കുന്ന മുംബൈ പൂനെ, പൂനെ ഹൈദരാബാദ്, ഹൈദരാബാദ് ബംഗളൂരു, ഹൈദരാബാദ് ചെന്നൈ, ബംഗളൂരു ചെന്നൈ, ഡൽഹി വാരണാസി, വാരണാസി സിലിഗുരി എന്നിവയാണ് പുതിയ അതിവേഗ പാതകൾ. പാൽഗർ, ഭുസാവൽ, നാഗ്പൂർ, ഖടഗ്പൂർ, ധങ്കുനി 2163 കിലോമീറ്ററും, ഖടഗ്പൂർ മുതൽ വിജയവാഡ വരെയും വിജയവാഡ മുതൽ നാഗ്പൂർ ഇറ്റാർസി 975 കിലോമീറ്റർ ദൂരവും ചരക്ക് നീക്കത്തിന് പുതിയ പാത വരും. ജലഗതാഗത മേഖലയിലും വൻ പ്രഖ്യാപനങ്ങളാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ നടത്തിയത്. അടുത്ത 5 വർഷത്തിനുള്ളിൽ 20 പുതിയ ദേശീയ ജലപാതകൾ സാധ്യമാകും. ഒഡീഷയിലെ ദേശീയ ജലപാത 5 മുതൽ താൽച്ചർ, അങ്കുൾ എന്നീ ധാതുസമ്പന്ന പ്രദേശങ്ങളും കലിംഗനഗർ പോലുള്ള വ്യവസായ കേന്ദ്രങ്ങളും തുറമുഖങ്ങളുമായി ബന്ധിപ്പിക്കുമെന്നും ധനമന്ത്രി വ്യക്തമാക്കി. ഉൾനാടൻ ജലപാതകളെ പരിപാലിക്കുന്നതിനും പ്രഖ്യാപനങ്ങളുണ്ട്. ജനം, ഡൽഹി.